ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയാണ്, ഒരു വ്യത്യാസമില്ല. ആരും പ്രേമകുമാറായാലും സച്ചിദാനന്ദനായാലും ഒക്കെ. അതായത് ഞങ്ങളെ വിമർശിക്കുന്നത് കേൾക്കാനേ നിങ്ങൾക്ക് വിഷമാകും. ഞങ്ങൾക്കതിൽ യാതൊരു വിഷമമില്ല. പോരെ, നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസഹിഷ്ണുത? എനിക്കതാ മനസ്സിലാവാതെ. ഞങ്ങളെ വിമർശിക്കുന്നു, സച്ചിദാനന്ദൻ ഞങ്ങളെ വിമർശിക്കുന്നു, ഇനിയും പ്രേംകുമാർ ഞങ്ങളെ വിമർശിക്കുന്നു. അപ്പം സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സിനിമക്കാരും ഒക്കെ ഇല്ലേ, അവരൊക്കെ വിമർശിക്കുന്നത് അതിൻ്റെ എല്ലാം ഉള്ളടക്കം കൃത്യമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ നല്ല വിമർശനം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനവും പാർട്ടിയൊക്കെയാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉപചോദ്യങ്ങളും ചോദ്യങ്ങളും ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് കൃത്യമാണ്. അതായത് സച്ചിദാനന്ദന് വിമർശനമുണ്ട്. സച്ചിദാനന്ദന് വിമർശിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? സച്ചിദാനന്ദൻ സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം വിമർശനമുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ പ്രേംകുമാറും അതുപോലെ തന്നെയാണ്. പക്ഷേ അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പോലെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനം, സ്വയം വിമർശനം ഇതൊന്നും കേട്ട് വളരുന്നവരല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.